എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലേറ്റായതിന് സോറി. ഞാൻ ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാലിലാണ് ഷൂട്ടിങ്. അവിടുന്ന് വന്നുകൊണ്ട് നല്ല ബ്ലോക്ക് ഇട്ടുകൊണ്ട് വൈകിപ്പോയതാണ്. എന്നെ ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് അത് ഇവിടെ ഇരിക്കുന്ന ജോസ്. കാരണം ഞാൻ കളറൊക്കെ ചെയ്ത് നരച്ച മുടിയൊക്കെ ജോസഫ് കമലിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പൊറിഞ്ചുവാക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന ജോസ് സാറാണ്. അതിനുശേഷം ഹാൻഡിൽ ചെയ്തു. ഇനി അടുത്തത് പറയാനുണ്ടെങ്കിൽ, ജോസ് സാറിൻ്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷായ് സാറിൻ്റെ ബാബ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. അതിൽ ലാലേട്ടനെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചിട്ടാണ്. അതിനു മുമ്പ് കൊല്ലിയേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിൻ്റെ പുറത്തു നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ പറയാൻ വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്നത്ര ഇടിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജോജു ചേട്ടനും അർജുൻ ചേട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിൻ്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. വരവിൽ വളരെ ഒരു ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടെയാണ്. അത് കിട്ടുന്നതിന് ഷാജി സാറിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഒന്നുമില്ല പറയാൻ, എല്ലാവരോടും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ആൻഡ് ജൂലൈ 16 വരെയാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സോ നമ്മളുടെ സൈഡിൽ നിന്നുള്ള എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സിനിമ കാണാം. താങ്ക് യു. എല്ലാം ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വാണി. വാണി വരാത്തതുകൊണ്ടും അതുപോലെ തന്നെ സുകന്യ അമ്മായിമേലൊക്കെ ഞങ്ങൾ ഒരുപാട് ചേച്ചി അനിയത്തേനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വരാത്ത ആൾക്കാരും ഈ പടത്തിൻ്റെ മുഖ്യ ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാൻ അവിടെ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പോയപ്പോൾ കണ്ടതാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോജിൻ്റെ ഒരു ഇടിസീനാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇടി ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിൽക്കുകയാണ്. വഴി ഇടി കിട്ടിയിട്ട് ആ ചെവിയുടെ ആ മൂളക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ആ മൂളക്കം നിങ്ങളുടെ ഇടയിലേക്ക് കിണ്ടലായിട്ടല്ല, അതൊക്കെ മേലായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങളാണ് ഈ പടം, ഷാജേൻ്റെയൊക്കെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ പടത്തിൽ ഒരു ചെറിയ കൂട്ടത്തിൽ നിൽക്കാൻ വരെ ആൾക്കാർ അത്രയും എന്താ പറയുക, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പടങ്ങളായിരിക്കും എല്ലാം. അപ്പോൾ അതിൽ ആ ഒരു ചെറിയ വേഷത്തിന് പോലും കാത്തിരുന്ന ഷായിച്ചേട്ടൻ്റെ ഈ പടം ഒരു വരവ് തന്നെയായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഒരു പടത്തിൻ്റെ പുറകിൽ നമ്മൾ പ്രൊഡ്യൂസറായാലും ചേർത്ത് നിർത്തി ആ പടം മുന്നോട്ട് കൊണ്ടുപോകണം. ക്യാമറയാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു പടം തന്നെയായിരിക്കും. ഇന്നും നല്ല സിനിമകൾ ജനിച്ചിട്ടുള്ളത് നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നാണ്. അത്തരത്തിൽ മലയാളത്തിലെ വളരെ ശക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ട്. അപ്പൊ ഷാജി കൈലാസ് വേദിയിലുണ്ട്. ഇനി ഈ കൂട്ടുകെട്ടിലെ AK സാജൻ എന്ന നമ്മുടെ തിരക്കഥാകൃത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ള സമയമാണ്. നിറഞ്ഞ കൈയ്യടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു യു സർ. Inviting on stage the screenwriter of the movie വരവ്. സോ ഈ ഒരു കൈയ്യടി പോലെ സത്യം പറഞ്ഞ, കാരണം ഇത്രയും പേര് കാരണമാണ് വരവ് എന്ന ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തുന്നത്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഈ സിനിമയെ കുറിച്ച് നമുക്ക് ആദ്യം ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. പറയുന്നില്ലേ? ഓക്കെ, ഡയറക്ടർ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറയണം. അപ്പൊ എല്ലാ സാജൻ സാറാണ്. അപ്പൊ AK സാജൻ സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട്. കാരണം ഒരു സൈഡിൽ ഷാജി കൈലാസ്, മറ്റേ സൈഡിൽ ജോർജ് ജോർജ്. അപ്പൊ എന്താണ് ഇത്തവണ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? ഒരു അവകാശമൊന്നുമില്ല. ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളുടെ കൊണ്ടുവന്ന ഡ്രൈവർ പറഞ്ഞു ഒരു വാക്കുണ്ട്, ഒരു ജോജു ചിത്രം എന്ന് പറഞ്ഞാൽ അടിയായി. ആ അടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹാപ്പി. ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം SN സ്വാമി സർ. നല്ലൊരു കൈയ്യടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വരവ് ടീമിന്റെ ആദരം SN സ്വാമി സാറിന്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി AK സാജൻ സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം AK സാജൻ സർ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് SN സ്വാമി സർ. SN സ്വാമി സാറും AK സാജൻ സാറും വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Ladies and gentlemen, വലിയൊരു കൈയ്യടി നൽകി ഏറെ ബഹുമാനത്തോടെ നമുക്ക് SN സ്വാമി സാറിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയുടെ ഒരു ഇതിഹാസമാണ്
വേദിയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് AK സാജൻ സാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ AK സാജൻ സാറും ഷാജി കൈലാസ് സാറും ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് SL സ്വാമി സർ. എത്ര മനോഹരമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശിഷ്യൻ ഗുരുവിന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. ദിസ് ഇസ് എ സൈൻ ഓഫ് ഓൾ അവർ റെസ്പെക്ട്. SL സ്വാമി സർ തീർച്ചയായും സാറിന് വളരെയധികം അഭിമാനവും സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം 2 ശിഷ്യർ ഒരുമിക്കുന്ന ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ്. AK സാജൻ സാറും ഷാജി കൈലാസ് സാറും. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? ഇവിടെ ഷാജിനും ആർജയൊക്കെ പറഞ്ഞ പോലെ തന്നെ അവരുടെ മുഖത്തെ സന്തോഷം ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും അല്ലാതെ ഡിസ്കഷൻ പറ്റിയൊക്കെ ഷാജിയും ഷാജിനായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് അവർ എന്നോട് പറഞ്ഞ പല സംഭവങ്ങളും എനിക്കത് അന്ന് വളരെ ഒരു ഇതുണ്ടാക്കിയതാണ്, വളരെ സന്തോഷവും ഇതുണ്ടാക്കിയതുപോലെ. The legendary director Joshi sir joining the team of the movie Varuva on stage. ഒപ്പം ഡയറക്ടർ B ഉണ്ണികൃഷ്ണൻ സാറിനെ കൂടെ ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. B ഉണ്ണികൃഷ്ണൻ സാർ, ശരിക്കും ഇവരെല്ലാവരും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദമുണ്ട്. AK സാജൻ സാറും ഷാജി കൈലാസ് സാറും B ഉണ്ണികൃഷ്ണൻ സാറുമൊക്കെ ആയിട്ട്. സോ അദ്ദേഹം കൂടി ഈ ഒരു നിമിഷത്തിന്റെ ഭാഗമാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം സിനിമയുടെ DOP ശരവണൻ സാറിനെ കൂടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചെറിയ പ്രശ്നം എനിക്ക് ഷാജി സാറിനെ പറഞ്ഞ ഒരു സിനിമ എനിക്ക് ആ രീതിയിൽ ഭയങ്കര ഇഷ്ടം. നമ്മളിപ്പോൾ ഏത് ഉള്ളതാണ് ഞാൻ എടുക്കും. പക്ഷേ അടുത്ത പടത്തിൽ എനിക്ക് ഫ്ലെക്സിബിളാണ്. അത് മാത്രമാണ്. പിന്നെ എനിക്ക് നമ്മുടെ സ്വന്തം ആൾക്കാരൊക്കെ അസീസ് പിന്നെ മോഹിച്ചത് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആലോചിക്കാൻ നല്ലൊരു കമ്പനിയാണ്. എനിക്ക് ഞാൻ മറക്കാത്ത കാര്യം വെച്ചാൽ എൻ്റെ കല്യാണത്തിൽ എനിക്ക് ഷോട്ടിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത്. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ രാജാവിൻ്റെ കൂടെ കുറേ തുടങ്ങി. അങ്ങനെ അത് എന്താ പറയുന്നത്, ആക്ച്വലി വളരെ ഹാപ്പിയാണ്. ഇത് ഒരു മലയാളത്തെ ഞാൻ ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? കൊച്ചിക്കാരുടെ ഒരു കയ്യിലേക്ക് പ്ലീസ്. ഇത്ര പറഞ്ഞല്ലോ, ഇത്രയും പറയാൻ പ്ലീസ്. കുറച്ച് വളരെ സന്തോഷം. പ്രത്യേകം പിന്നെ ഇത് ഞാൻ കേരളത്തിൽ നടന്ന സ്ഥലങ്ങളാണ്. ഗസ്റ്റായിട്ടൊന്നും കിട്ടില്ല. മാക്സിമം വന്നു സംസാരിച്ചു പോയി. താങ്ക് യു. സന്തോഷമുണ്ട്. കാരണം ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ സന്തോഷം ഷാജി കൈലാസ് അഭിനയിക്കുന്നതാണ്. അത് ഫസ്റ്റിലെ ഷൂട്ടിംഗ് സമയത്ത് ഒരു ഭയങ്കര സ്ലോ മോഷൻ അതൊരു സന്തോഷമുണ്ട്. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കാലിൽ 5-4 നടൻ വേണ്ടി തന്നെ ഡയലോഗൊക്കെ ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടായിട്ടോ എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറേയൊക്കെ സിനിമയിൽ എത്തിയിട്ട് കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. സന്തോഷം. വരവ് കഴിഞ്ഞിട്ട് ഭയങ്കര ചിലവാണ്. അപ്പോൾ ഞാൻ കുറേ ഡയറക്ടേഴ്സിനെ വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോസാറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോസാർ ഇല്ലെങ്കിൽ ഭയങ്കര ചിലവാണ് വരവ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും വരവിനെ വീട്ടിലും വരവില്ലാതെ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാണ്. എന്നാൽ എനിക്കും വരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടറിനെ കുറിച്ചും സിനിമയെ കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അല്ല, നേച്ചർ ആക്ടിംഗ് വന്നപ്പോൾ ഞാൻ പുറകെ നോക്കിയായിരുന്നു. കാരണം ഞാൻ ഈ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാജി സാറിൻ്റെ വീട്ടിൽ പണ്ട് ചാൻസ് ജോലി എന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറിൽ അഡ്രസ് എഴുതുക, 3 സൈസ് ഫോട്ടോ ഇങ്ങനെ 3 ഫോട്ടോ വെക്കണം, കൊണ്ടുപോകുക. ഞാൻ പല ഇന്റർവ്യൂവിൽ പോയിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. 2 പ്രാവശ്യം കൊണ്ടുപോകും. എപ്പോഴും അതുപോലെ ചേച്ചി പുല്ല് നനയ്ക്കാൻ വേണ്ടിയിട്ട്
ഇതോടുകൂടി നമ്മുടെ ഒഫീഷ്യൽ ഇവന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇത്ര നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത് തീർച്ചയായും ഞങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും കൊണ്ടാണ്. സോ വൺസ് അഗൈൻ ഓൺ ബിഹാഫ് ഓഫ് ദ ടീം Whatever, I would like to thank all of you for your presence and participation today.